ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൈജനാണ്, മുംബൈയിൽ നിന്ന്. കൂടെ നിഷയുമുണ്ട്. മുംബൈ എന്ന സ്വപ്ന നഗരിയുടെ കാണാക്കാഴ്ചകൾ മുംബൈ അൺകവേർഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഞങ്ങളുടെ എളിയ പരിശ്രമത്തിന് നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. മുംബൈ അൺകവേർഡിന്റെ ആദ്യ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിന്റെ രാജധാനി, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈ എന്ന മഹാനഗരത്തിന്റെ വിവിധങ്ങളായ കാഴ്ചകൾ, സംസ്കാരം, ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നെത്തുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത വേഷങ്ങൾ ധരിക്കുന്നവർ, വിവിധങ്ങളായ ഭക്ഷണ രീതികൾ ശീലമാക്കിയവർ, ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും നെഞ്ചേറ്റി വന്നെത്തുന്ന മായാനഗരിയാണ് മുംബൈ. അങ്ങനെ വരുന്നവരെയെല്ലാം ജീവിക്കാനുള്ള എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സ്വപ്ന നഗരമാണ് മുംബൈ. ഒരു വശത്ത് അതിസമ്പന്നർ താമസിക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, മറുവശത്ത് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ധാരാവി പോലുള്ള ചേരികളിൽ താമസിക്കുന്നവർ. ബോംബെ എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരം 1995 ശിവസേന എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ മുംബൈ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 24 മണിക്കൂറും ഉണർന്നിരിക്കുന്ന മുംബൈ നഗരത്തിൽ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളെ ലക്ഷ്യസ്ഥാനത്തും തിരിച്ചുമെത്തിക്കുന്ന സബർബൻ ട്രെയിൻ സർവീസ് ഈ നഗരത്തിന്റെ നട്ടെല്ലാണെന്ന് നിസ്സംശയം പറയാം. ഏഴ് ദ്വീപുകൾ ചേർന്ന് രൂപം കൊണ്ട ബോംബെ എന്ന മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമത്തിൽ നിന്ന് ഇന്നത്തെ വാണിജ്യ നഗരമായി വളർന്ന മുംബൈയിൽ വാണിജ്യ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ, പ്രമുഖ സ്റ്റോക്ക് മാർക്കറ്റുകൾ, വിവിധ രാജ്യങ്ങളുടെ എംബസികൾ, പ്രമുഖ ബാങ്കുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, കൂടാതെ ഒട്ടേറെ ചരിത്ര സ്മാരകങ്ങളും നിലകൊള്ളുന്നു. ബോളിവുഡിന്റെ നഗരമായ മുംബൈയിൽ ഒരു കാലത്ത് അധോലോക രാജാക്കന്മാരായ കരീംലാല, ഹാജി മസ്താൻ, വരദരാജ് മുതലിയാർ, ദാവൂദ് ഇബ്രാഹിം തുടങ്ങി ഒട്ടനവധി ഡോണുകൾ സ്വന്തം സ്ഥാനം നിലനിർത്താൻ വെട്ടും കുത്തും കുടിപ്പകയും നടത്തിയ എത്രയോ നിറം പിടിപ്പിച്ച കഥകൾ വീരാരാധനയോടെ നോക്കിക്കാണുകയും അവരുടെ ചരിത്രങ്ങൾ വായിക്കാനും അധോലോക പരിവേഷവുമായി ഇറങ്ങിയ എത്രയോ സിനിമകൾ കാണാനും താല്പര്യമുള്ളവരായിരുന്നു നമ്മളിൽ പലരും. ഇന്ന് ആ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായി മാറുകയാണ് അമേരിക്കയിലെ ന്യൂയോർക്കിനോട് ഉപമിക്കാവുന്ന ഈ മഹാനഗരം. ഇന്ന് മുംബൈയിൽ എത്തിച്ചേർന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ധാരാവി മുതൽ കാമാത്തിപുരയിലെ റെഡ് സ്ട്രീറ്റ് വരെ, ഹാജി അലി മുതൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരെ, നരിമാൻ പോയിന്റും മറൈൻ ഡ്രൈവ്, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസും, ക്രഫോർഡ് മാർക്കറ്റും, ചോർ ബസാറും, മണിഭവനും, ബാന്ദ്ര, സീലിംഗും തുടങ്ങി മുംബൈ എന്ന നഗരത്തിന്റെ പറഞ്ഞാൽ തീരാത്ത കാണാക്കാഴ്ചകൾ ഈ നഗരം നമുക്ക് സമ്മാനിക്കുന്നു. ഈ മഹാനഗരത്തിന്റെ സംസ്കാരവും ചരിത്രവും ആഘോഷങ്ങളും
ജീവിത രീതികളും മുംബൈ അൺകവേർഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഞങ്ങളുടെ എളിയ പരിശ്രമത്തിന് നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുംബൈ അൺകവേർഡിന്റെ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.